നമ്മൾ ആ പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എത്ര വയസ്സിലായിരുന്നു ആദ്യ കളി? വൃത്തികെട്ടവനെ, നിനക്ക് നാണല്ലേടാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? 17. ബിജിയുടെ ആദ്യത്തെ കളി 17 വയസ്സിലായിരുന്നു. ഞാൻ വിചാരിച്ച പോലല്ല. ആരാ ആദ്യം കളിച്ചേ? എന്റെ ഭർത്താവ് തന്നെ. അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അവന്റെ ഒക്കെ ഒരു യോഗം തെണ്ടി. ഞാൻ കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും എന്റെ വീട്ടിലാരും കയറ്റാൻ വന്നിട്ടില്ല. വേണ്ടായിരുന്നു. എന്റെ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് മുന്നേ ഞാൻ ഒരുത്തന്റെ കൂടെ ഞാൻ കിടന്നിട്ടില്ല, പോയിട്ടില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ഒക്കെ ഇവിടെ കിടന്ന് ചൊറിയാൻ വന്നാണ്ടല്ലോ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കും. ഇഷ്ടപ്പെട്ടതിന് തന്നെ ഇഷ്ടപ്പെട്ടാ മതി. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. പഴയ ആൾക്കാരൊക്കെ നമ്മള് ശരിക്കും ഇതുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ, 2 ബീർ അടിക്കുക, ഹോട്ടലിൽ റൂം എടുക്കുക. ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പഴയ കാലൊക്കെയാണ് ഏറ്റവും നല്ലത്. ഈ ഷർദിനൊന്നും ഉണ്ടേ അറിയത്തില്ല. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. ഇപ്പത്തെ 23-22 വയസ്സായ പിള്ളേർക്ക് എന്ത് പേരെന്ന് അറിയാത്ത പിള്ളേരാ. ചുമ്മാ സത്യം. അവര് ലൈറ്റ് കാണിക്കാൻ അങ്ങോട്ട് പിടിച്ചു നിൽക്കുക, അങ്ങോട്ട് തിരുമാറി അങ്ങോട്ട് കയറ്റി അടിക്കുക. കഴിഞ്ഞു. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം. എന്താ കളി? വല്ല വീഡിയോസും കണ്ടിട്ട് പെൺമണിയുടെ പുറത്തും കയറും. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. 2 ദിവസം പെൺമുള്ള പറയും, ഞാൻ എനിക്ക് നിന്നെ വേണ്ട, ഡൈവോഴ്സ്. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. പിന്നെ അവൾക്ക് ലാവിഷ ആരോടും കിടക്കാം. പറയണ്ടായിരുന്നു. അതാ പറഞ്ഞ കല്യാണം കഴിക്കണ്ട. പിന്നെ കൈയില്ലേ അമറു, ജസ്റ്റ് അതുകൊണ്ട് ഒന്നും ഇങ്ങനെ പിടിച്ച അത് മതീനേ. കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. വേണമെങ്കിൽ സൂഹിക്കണ ഒരു ഗേൾഫ്രണ്ടിനെ വെച്ചാൽ മതി. കൊള്ളാലോ, വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.